ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു തെർമോക്കോൾ കട്ടറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മൾ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യാറുണ്ടാവും. അതൊക്കെ ഇനി നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്യാം. അതിന് പറ്റിയൊരു ചെറിയൊരു കട്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ഒരു നിക്രോമയറാണ്. ഇതിപ്പോൾ കിട്ടാൻ വേണ്ടി നമ്മുടെ വീട്ടിലുള്ള പഴയൊരു കേടായ CF-ൻ്റെ ഒരു ബൾബ് എടുക്കാം. അതൊന്ന് ഓപ്പൺ ചെയ്താൽ നമുക്ക് അതിനുള്ളിൽ ഇതുപോലത്തെ ഒരു റെസിസ്റ്റർ കാണാം. അതിൻ്റെ മേൽഭാഗം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചാൽ നമുക്ക് ഇതുപോലത്തെ ഒരു നിക്രോമയർ കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴയൊരു അയൺ ബോക്സ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹീറ്റിംഗ് കോയിലുണ്ടാവും ഇതുപോലത്തെ നിക്രോമയർ. അപ്പോൾ ആദ്യം നമ്മൾ അതുപോലത്തെ നിക്രോമയർ സെറ്റപ്പ് ആക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ 3 പെന്നാണ്. ഇപ്പോൾ 3 രൂപേൻ്റെ 3 പെന്ന് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിൽ 2 നമ്മൾ ഇതുപോലെ ഒരു V ഷേപ്പിൽ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്ക് അതിൻ്റെ അടിഭാഗം ഈ അറ്റം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉരച്ചെടുക്കാം. അപ്പോൾ ശരിക്കും ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ നിന്ന് ഉരച്ചെടുക്കുന്നത്. അപ്പോൾ 2 പെന്നും അറ്റം നമ്മൾ ഇതുപോലെ ഉരച്ചെടുക്കുക. നെക്സ്റ്റ് നമുക്ക് പെന്നിൻ്റെ ആ നിബൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളിവിടെ 2 പെന്നും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പെന്നും ഇതുപോലെ അടിഭാഗം ഒന്ന് ചേർത്ത് വെക്കാം. അതുപോലെ നമ്മൾ ആ 3ാമത്തെ പെന്ന് ഇതുപോലെ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു A ഷേപ്പിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇനി ആ ചെറിയൊരു കഷ്ണം ഇതുപോലെ സെൻറ്റർ ഭാഗത്തൊന്ന് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു A ഷേപ്പിൽ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു വയറാണ്. അപ്പോൾ നിങ്ങൾക്ക് സാധാ ഒരു വയർ എടുത്താലും മതി. ഇത്തിരി വണ്ണം കുറഞ്ഞ വയർ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു പിന്നുള്ള ടൈപ്പ് വയറാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് എൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് 2 സെപ്പറേറ്റ് ആക്കി മാറ്റാം. ഓക്കെ, ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെന്നിൻ്റെ അറ്റത്ത് നമുക്ക് ആ 2 ഭാഗവും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇതുപോലെ അറ്റത്ത് വേണം ഒട്ടിച്ചെടുക്കാൻ. ഇനി നമുക്ക് അതിൻ്റെ വയറ് ചെറിയൊരു കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ച് ചെറിയൊരു കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ 2 ഈർക്കലി എടുത്തിട്ട് പേനയുടെ അറ്റത്ത് ഇതുപോലെ ഇറക്കി വെക്കാം. നല്ല ടൈറ്റാക്കി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ നിക്രോമയർ എടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നിക്രോമയറിൻ്റെ ഒരറ്റം നമ്മൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ വയറുടെ ഒരറ്റത്ത് കണക്ട് ചെയ്യുക. ഇതുപോലെ ആ ഒരു ഹോളിൽ കൂടെ ഇറക്കി വെച്ചിട്ടൊന്ന് ബെൻഡ് ചെയ്ത് വെച്ചാൽ മതി. അടിഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് ആ ഈർക്കലിയിലേക്ക് 2 റൗണ്ട് നിക്രോമയർ ഒന്ന് ചുറ്റിയെടുക്കാം. ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നല്ല ടൈറ്റ് ചെയ്തിട്ടൊന്ന് 2 റൗണ്ട് ചുറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന വയറിലേക്ക് കണക്ട് ചെയ്യാം. ബാക്കി നിൽക്കുന്ന ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതിൽ പവർ എത്തിക്കാൻ വേണ്ടി നമുക്ക് ഇലക്ട്രിസിറ്റി ആയിട്ടൊന്ന് കണക്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മളിവിടെ 12 വോൾട്ടിൻ്റെ ഒരു DC അഡാപ്റ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ DC വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലെ AC വയർ ഇതുപോലെ പ്ലഗിലേക്ക് കണക്ട് ചെയ്യാം. ഇത് നമ്മൾ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്താൽ നമ്മുടെ തെർമോക്കോൾ കട്ടറിൻ്റെ നിക്രോമയർ ഹീറ്റായി തുടങ്ങും. ഏകദേശം ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഫുള്ളായിട്ട് ഹീറ്റായി റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് ഹീറ്റാകുന്ന വരെ ചെറിയൊരു മരക്കഷ്ണത്തെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്, അതായത് നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ തെർമോക്കോൾ കട്ടർ വർക്കിംഗ് ആണോ നോക്കുന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ തെർമോക്കോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ഓരോ കഷ്ണങ്ങളും സിമ്പിളായിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അതുപോലെ നമ്മുടെ നിക്രോമയർ ഹീറ്റ് ആയതിനു ശേഷം നമ്മുടെ കൈയൊന്നും അതിൽ ടച്ച് ചെയ്യാതെ നോക്കാം. കൈ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കണം.
അപ്പോൾ നമുക്ക് ഇതുപോലെ പല ഷേപ്പിൽ നമുക്ക് തെർമോക്കോൾ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നോർമൽ ഒരു കട്ടർ ഉപയോഗിച്ചാൽ ഇതുപോലെ പല ഷേപ്പിലൊന്നും നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെ ഒരു തെർമോക്കോൾ കട്ടർ നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ പല ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആണെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മെയിനായിട്ട് നമുക്ക് ഈ ഒരു കട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്ന ഭാഗങ്ങളുടെ എഡ്ജൊക്കെ നല്ല കറക്റ്റ് ആയിരിക്കും. നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാം. അല്ലാതെ സൈഡൊന്ന് പൊട്ടിപ്പോകുന്ന ഡാമേജ് ആവുന്ന കേസുകളൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീട്ടിൽ തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ചെറിയൊരു മെഷീൻ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നെക്സ്റ്റ് ടൈം കാണാം. ബൈ.